വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്കൽ പോളിസിയുടെ ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് തിയറം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒരു PYQ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പോയിന്റിലേക്ക് പോകാം. The implication of Ricardo and equivalence is that government debt is equivalent to future taxes, and if consumers are sufficiently forward-looking, future taxes are equivalent to current taxes. B. Financing the government by debt is equivalent to financing it by tax. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഡെപ്റ്റ് എന്താണ്, ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ഫ്യൂച്ചർ ടാക്സിന് ഈക്വൽ ആയിട്ട് ആണെന്നുള്ളത് എന്താണ്, കൺസ്യൂമേഴ്സിന് മുൻകൂട്ടി അറിയാൻ പറ്റും. അതുകൊണ്ട് ഫ്യൂച്ചർ ടാക്സ് ഇപ്പോഴത്തെ കറണ്ട് ടാക്സിന് ഇക്വാലൻ്റ് ആയി എന്നുള്ളൊരു റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഫോർവേഡ് തിങ്കിങ് ആയിരിക്കും കൺസ്യൂമേഴ്സിന് ഉണ്ടെന്ന് പറയുന്നു. ഫിനാൻസിങ് ദ ഗവൺമെൻറ് ഡെപ്റ്റ് ഈസ് ഈക്വലൻ്റ് ടു ഫിനാൻസ് ഇറ്റ് ബൈ ടാക്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് എന്താണ്, ടാക്സ് കൊണ്ടാണ് അത് ഫിനാൻസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയണത്. ഇതാണ് മെയിനായിട്ട് റിക്കാർഡ് ഇൻ ഇക്വാലൻസിയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് നമുക്ക് അതിൻ്റെ കൂടുതൽ പോയിന്റിലോട്ട് പോവാം. റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന തിയറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈലർ റൂൾ പഠിച്ചു. ടൈലർ റൂൾ ഏതാണ്, മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അപ്പോൾ റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് ഫിസിക്കൽ പോളിസി ഏരിയയുമായി ബന്ധപ്പെട്ടതാണ്. ഡേവിഡ് റിക്കാർഡോ ആണ് 19th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഇതാര്, ഹാർവാർഡ് പ്രൊഫസർ റോബർട്ട് ബാരോ ലേറ്റർ എക്സ്പാൻഡഡ് ഓൺ ദ തിയറി. റോബർട്ട് ബാരോ പിന്നീട് ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്തു. അതുകൊണ്ട് എന്താണ്, ദ തിയറി ഈസ് ഓൾസോ നോൺ ആസ് ബാരോ റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് പ്രൊപ്പോസിഷൻ എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ ബാരോ റിക്കാർഡോ ഇക്വാലൻസ് പ്രൊപ്പോസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കണ്ടന്റ് സെയിം ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് യൂസ് ചെയ്യുന്നതും ആലോചിക്കുക. ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് ഈസ് എ തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻ ആൻഡ് പ്രൈവറ്റ് കൺസംഷൻ. മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണെന്ന് ആലോചിക്കുക. ഒന്ന് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻ ആൻഡ് പ്രൈവറ്റ് കൺസംഷൻ. According to the Ricardo, Barrow effect demands remains unchanged because government stimulus spending rises, the public increases their saving to pay for expected future tax increases that will be used to pay off the debt. അതായത് ഈ തിയറി പ്രകാരം പറയുന്നത് കൺസ്യൂമേഴ്സിന് റാഷണൽ തിങ്കേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് അറിയാമെന്ന്. ഇപ്പം ഈ ഗവൺമെൻറ് ഈ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കടം എടുത്തിട്ട് ഒത്തിരി ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് കുറേ ഡെവലപ്മെൻറ്റും കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കുറേ കാര്യങ്ങളും സ്പെൻഡിങ്ങും ഒക്കെ കൂട്ടുന്നത് എന്താണ്, ഇത് ഭാവിയിൽ നമ്മൾ ഫ്യൂച്ചർ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണെന്ന് ജനങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കൺസംഷനൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. ഈ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു തിയറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്രൗഡിങ് ഔട്ട് എഫക്റ്റിലും ഇങ്ങനെ തന്നെയല്ലേ പഠിച്ചത്. ഗവൺമെൻറ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി കൊണ്ടുവരുമ്പോൾ പ്രൈവറ്റ് ഫേംസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്കോണമിയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യില്ല. ആ സിറ്റുവേഷനാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പഠിച്ചിട്ടില്ലേ. അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റിക്കാർഡ് ആൻഡ് ഇക്വാലൻസിലും ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുമ്പോൾ കൺസ്യൂമേഴ്സിന് അറിയാം അതെന്താണ്, ഫ്യൂച്ചറിൽ അത് ടാക്സസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കറണ്ട് ഇതിന് ഈക്വൽ ആണെന്നുള്ള ഒരു
എന്താ കൺസെപ്റ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പീപ്പിളിന് അറിയാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ റിക്കാർഡ് ആൻഡ് ഇക്വാലൻസി പറയണത്. അപ്പം എന്താണ് വിചാരിച്ചത്ര ഡിമാൻഡിലൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല. ഡിമാൻഡ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. കാരണം ജനങ്ങൾ എന്ത് ചെയ്യും? സേവ് മോർ ടു പേ ഫ്യൂച്ചർ ടാക്സ്. ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യും? കൂടുതൽ സേവ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ, കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കില്ല എന്നാണ് എന്ത് റിക്കാർഡ് ആൻഡ് ഇക്വാലൻസി പറയുന്നത്. അപ്പം 3 കാര്യങ്ങൾ ആലോചിക്കുക. ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻ, അതേപോലെ തന്നെ പ്രൈവറ്റ് കൺസംഷനാണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുക. കൺസ്യൂമേഴ്സ് എന്താണ്? റാഷണൽ എക്സ്പെക്റ്റേഷൻ ഉള്ളവരാണ്. കൺസ്യൂമേഴ്സ് ആർ റാഷണൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഗവൺമെൻറ് പോളിസീസ് അഫക്റ്റ് ദെയർ ഫ്യൂച്ചർ ഇൻകം ആൻഡ് സ്പെൻഡിങ്. കൺസ്യൂമേഴ്സ് ഇതൊരു റാഷണൽ എക്സ്പെക്റ്റേഷനുമായി ബേസ് ചെയ്തിട്ടാണ് പോണത്. എന്താ കൺസ്യൂമേഴ്സിന് അറിയാം അവരെന്താണ് ഫ്യൂച്ചറിൽ ഇതിന് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്ന അറിയുന്നത് കൊണ്ട് അവരെന്താണ് വെൻ ദ ഗവൺമെൻറ് ബോറോസ് മണി ടു സ്പെൻഡ് മോർ കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റഡ് ടു പേ ബാക്ക് ദ ഡെപ്റ്റ് വിത്ത് ഫ്യൂച്ചർ ടാക്സ് ഇൻ റെസ്പോൺസ് ദേ സേവ് മോർ ആൻഡ് സ്പെൻഡ് ലെസ്. ആ ഐഡിയയിൽ എന്ത് ചെയ്യും? അവർ സേവ് ചെയ്യും, സ്പെൻഡ് ലെസ് ചെയ്യും എന്നുള്ളത് ആലോചിക്കുക. ഈസിയാണ് ഓർത്തിരിക്കാൻ കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഗ്രാഫാണ് കാണുന്നത്. അതായത് ആ ഡിമാൻഡ് അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്നത്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ പ്രൈസും, ആഗ്രിഗേറ്റ് സപ്ലൈയും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഉണ്ട്. അതിൽ ആഗ്രിഗേറ്റ് ഗവൺമെൻറ് വിചാരിക്കുന്നത് എന്താണ്? ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഷിഫ്റ്റ് ചെയ്യുന്നു വിചാരിക്കും. പക്ഷേ റിക്കാർഡ് ബാരോ എഫക്റ്റ് പ്രകാരം എന്താണ്? ജനങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഈ സ്പെൻഡിങ് കൂട്ടിയത് ഫ്യൂച്ചർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യണ്ട, സേവ് ചെയ്യാന്നുള്ളത് കൊണ്ട് എന്താണ് ആ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് ചിന്തിക്കുക. ബാരോ റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് തിയറം എന്ന് ആലോചിക്കുക. ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും പ്രൈവറ്റ് കൺസംഷനാണ് വരുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് എക്സ്പാൻഷൻ ഓഫ് ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റാഷണൽ എക്സ്പെക്റ്റഡ് കൺസ്യൂമേഴ്സ് ചിന്തിക്കുക എന്താണ്? സേവ് മോർ സ്പെൻഡ് ലെസ്. ആ ഐഡിയ ആലോചിക്കുക. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The Ricardo-Barro effect suggests that when a government tries to stimulate an economy by increasing debt-financed government spending, option A, the aggregate demand shifts downwards. The aggregate demand remains unchanged. The aggregate demand shifts upwards. Option D, none of the above. നമ്മളിവിടെ കണ്ടു അല്ലേ? എന്തായിരിക്കും എന്ന് കണ്ടേ? The aggregate demand remains unchanged ആയിരിക്കും ഇവിടെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട റിക്കാർഡ് ആൻഡ് ഇക്വാലൻസ് തിയറം. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്